നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് നമ്മളെ അത്ഭുതവും അതിശയകരവുമായി നടത്തുന്ന നമ്മുടെ സ്നേഹവാനായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു. ആദരണീയരായ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ഉള്ള ക്രിസ്തീയ വന്ദനങ്ങളും അറിയിക്കട്ടെ. നമുക്ക് സ്ഥലകാലഭേദം കൂടാതെ ഏത് സമയത്തും കൃപാസനത്തോട് അടുത്തു വരുവാൻ നൽകപ്പെട്ടിട്ടുള്ള പുത്രത്വത്തിന്റെ പദവിക്കായിട്ട് സ്തോത്രം. ഇന്ന് രാത്രിയിലും ദൈവം നമ്മോട് മനസ്സിലിയട്ടെ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായമാണ് നമ്മുടെ പഠന വിഷയം. അവിടെ 2 വലിയ അടയാളങ്ങൾ. 1-ാമത്തെ വാക്യത്തിൽ സൂര്യനെ അണിഞ്ഞ സ്ത്രീ, അത് ഇസ്രായേൽ എന്ന നിലയിൽ നമ്മൾ കണ്ടു. 2-ാമത്തെ അടയാളം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഒരു വലിയ സർപ്പം. അത് സാത്താനാണെന്നും നമ്മൾ മനസ്സിലാക്കി. പ്രത്യേകിച്ച് നാം കാണുകയുണ്ടായി, ഇവിടെയും അതായത് ഈ 12-ാമത്തെ അധ്യായത്തിലും 20-ാമത്തെ അധ്യായത്തിലുമായി സാത്താന്റെ പേരുകൾ പ്രധാനമായും 2 വ്യക്തിനാമങ്ങളാണുള്ളത്. 2 പേഴ്സണൽ നെയിംസ്. സൈറ്റൻ, യാ സൈറ്റാനാസ്. മറ്റൊന്ന് ഡയാബ്ലോസ്, ഡെവിൾ, പിശാച്. സാത്താൻ അഥവാ സൈറ്റാനാസിന്റെ അർത്ഥം നമ്മൾ കണ്ടിരുന്നു, എതിരാളി. നമുക്ക് പരിചയമുള്ള വാക്യമുണ്ട്. പത്രോസ് അപ്പോസ്തലനും തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, പ്രതിയോഗിയായ പിശാച്. സ്തോത്രം. ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും പ്രതിയോഗിയായി, എതിരാളിയായി നിൽക്കുന്നവനാണ് സാത്താൻ. ആ 2 പ്രധാനപ്പെട്ട പേരുകൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡെവിൾ, അക്യൂസർ, പിശാച്, അപവാദി, കുറ്റമാരോപിക്കുന്നവൻ, കുറ്റപ്പെടുത്തുന്നവൻ. അതുകൊണ്ടാണ് പണ്ടൊരിക്കൽ നമ്മൾ പറഞ്ഞത്, പിശാചിന്റെ പേരും അവന്റെ തൊഴിലുമാണ് വ്യാജ വാർത്തകൾ പരത്തുക. ഇനിയല്ല സത്യമായതാണെങ്കിൽ പോലും മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്ന, അത് നിമിത്തം അവരെ തരം താഴ്ത്തുന്ന ലക്ഷ്യത്തോടുകൂടെ അവരെക്കുറിച്ചുള്ള വസ്തുതകൾ പറഞ്ഞു വരുത്തുക. അതിന് മറ്റൊരു ഭാഷയാണ് ഏഷണി. ഇത് പിശാചിന്റെ പ്രോഡക്റ്റാണ്, അവന്റെ ഉൽപ്പന്നമാണ്. സാത്താന്യ ഉൽപ്പന്നം വിൽക്കുന്ന ഫ്രാഞ്ചൈസികളായി നാം ആരും തീരരുത്. സാത്താന്റെ ഏജന്റുമാരായി നാം ആരും കുറ്റം പറഞ്ഞ് നടക്കരുത്. ഒരു എഴുത്തുകാരൻ എഴുതിയതുപോലെ, ഏഷണി പറയുന്നവൻ പിശാചിനെ വായിലും അത് കേൾക്കുന്നവൻ പിശാചിനെ ചെവിയിലും വഹിക്കുന്നു എന്നാണ്. പറയുന്നതും ചിലർക്കൊരു സുഖമാ, കേൾക്കുന്നതും ഒരു സുഖമാണ്.
അങ്ങനെയൊരു സുഖം നമുക്കുണ്ടെങ്കിൽ നമുക്കത് വേണ്ടെന്ന് വയ്ക്കണം. അത് സാത്താന്റെ സാധനമാണ്. പിശാച്, അക്യൂസർ, സ്ലാൻഡറർ, സൈറ്റാനാസ് യാ സാത്താൻ, ഒപ്പോണന്റ്, പ്രതിയോഗി, എതിരാളി, ആ രണ്ടു പേരുകൾക്കൊപ്പം നാം അവിടെ കാണുന്നത് വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, വേഴ്സ് നമ്പർ 3 once again. And another sign appeared in heaven. Behold, a great red dragon, with 7 heads and 10 horns, and on his heads 7 diadems. A great red dragon. He is great because of his vast power. വലിയ അഥവാ മഹാസർപ്പം, എ ഗ്രേറ്റ് ഡ്രാഗൺ, മഹാസർപ്പം, അത് അവന്റെ ശക്തിയെയും സ്വാധീനത്തെയും കാണിക്കുന്നു. That greatness shows his power and his influence. His influence. His influence not only on men, but even on angels. മനുഷ്യരുടെ മേൽ മാത്രമല്ല അവന്റെ ശക്തിയും സ്വാധീനവും അധികാരവും, ദൂതന്മാരുടെ മേൽ പോലും അവൻ അത് പ്രയോഗിച്ചു. ദൂതന്മാരുടെ മേൽ പോലും. അതാണ് മഹാസർപ്പം, ഗ്രേറ്റ് ഡ്രാഗൺ. റെഡ്, ഹിസ് കളർ, ചുവന്ന അല്ലെങ്കിൽ തീ നിറമുള്ള, ഫയറി കളർ. That shows he being the murderer. അവന്റെ തീ നിറം, അവന്റെ രക്തനിറം, അവൻ കൊലപാതകനാണെന്ന് തെളിയിക്കുന്നു. നമ്മുടെ കർത്താവ് യോഹന്നാൻ 8-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. അവൻ പറഞ്ഞു, എടുത്തോ, 43-44. 44. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകൻ ആയിരുന്നു. പിശാചിനെ യേശു കർത്താവ് ഇവിടെ വിളിക്കുന്നു മർഡറർ, കൊലപാതകൻ. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവന്റെ തീ നിറം, അവന്റെ രക്തനിറം, അവന്റെ ചുവപ്പ് നിറം, റെഡ് കളർ ഷോസ് he is murderer, കൊലപാതകനാണ്. എത്ര പേരുടെ ആത്മാവിന്റെ ജീവനെ അവൻ കൊന്നുകളഞ്ഞു, നഷ്ടപ്പെടുത്തി. എത്രയോ പേരെ ജീവദായകനായ ദൈവത്തിൽ നിന്നും അവൻ അകറ്റി. അവന്റെ കൊലപാതകത്വം. യേശു കർത്താവ് യോഹന്നാൻ 10-ാം അധ്യായത്തിലും പറഞ്ഞു, കള്ളൻ
വരുന്നത് പറഞ്ഞു, അറുപ്പാനും മുടിപ്പാനും. ആ 3 കാര്യങ്ങൾക്കാ വരുന്നത്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും. മുടിപ്പാനും, മുടിച്ചു കളയാൻ. യേശു വന്നിരിക്കുന്നത് ജീവൻ അഥവാ സമൃദ്ധിയായ ജീവൻ ഉണ്ടാകും. നേരെ വിപരീതം സാത്താൻ ചെയ്യുന്നു. യേശുക്രിസ്തു സമൃദ്ധിയായ ജീവൻ തരുമ്പോൾ പിശാച് ആ ജീവനെ എടുത്തു കളയുന്നവനാകും. കൊലപാതകനായി, ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്നവനായി. സ്തോത്രം. അടുത്തത് നാം കാണുന്നത് he is presented as the dragon, സർപ്പമായിട്ടാണ്. Satan presented as dragon shows his viciousness, his cunningness, അവന്റെ കൗശലബുദ്ധിയെ, ഉപായബുദ്ധിയെ കാണിക്കുന്നതാണ് അവൻ സർപ്പം എന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അവൻ സിംഹമായും സർപ്പമായും വെളിപ്പെടുന്നു. ഇതിലേതാ കൂടുതൽ അപകടകരം? സർപ്പമായിട്ടുള്ളതാ. കാരണം അവിടെ കൗശലത്തിലൂടെ തല തടവി തടവി തലച്ചോറ് തിന്നുന്ന സ്ഥിതിയാണ്. മസാജ് ചെയ്തു തരും. ആ സുഖത്തിന് അവന്റെ മടിയിൽ കിടന്നുറങ്ങും. അപ്പോഴേക്കും തല പിളർന്ന് തലച്ചോറ് തിന്നും. അവന്റെ കന്നിങ്നെസ്, അവന്റെ ഉപായബുദ്ധി, കൗശലബുദ്ധി, അതാണ് ഏറെ ഭയപ്പെടേണ്ടത്. സിംഹമായിട്ട് ഉള്ള ഭീഷണികൾ ഓടിപ്പോകാൻ പറ്റും, രക്ഷപ്പെടാം വേഗത്തിൽ. എന്നാൽ ഉപായത്തോടെ വന്നാൽ രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. അതാണ് ഡ്രാഗൺ എന്നുള്ളത്. പിന്നെ നമ്മൾ കാണുന്നത് ദ ഓൾഡ് സർപ്പൻ, 9-ാമത്തെ വാക്യത്തിലുണ്ട്, പഴയ പാമ്പ്. That reminds of the Adamic occurrences. പഴയ പാമ്പ് എന്ന പ്രയോഗം ഏദനുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയാം. ഉൽപ്പത്തി 3-ാമത്തെ അധ്യായത്തിലുള്ള കാര്യങ്ങളാണ്. ദ ഓൾഡ് സർപ്പൻ, പഴയ പാമ്പ്. അവന് മാറ്റമൊന്നും വന്നിട്ടില്ല. നമ്മളിനി എവിടെ പോയാലും സാത്താൻ അവൻ തന്നെ. ആഫ്രിക്കയിൽ പോയാലും അമേരിക്കയിൽ പോയാലും സെയിം സൈറ്റൻ, ആ പഴയ പാമ്പ്. പഴയ പാമ്പ് അഥവാ ഓൾഡ് സ്നേക്ക്, കൂടുതലും സെർപ്പന്റ് എന്നാണ്. So serpent, that shows the body, the physical body the devil once entered into. സാത്താൻ ഒരിക്കൽ കടന്നുകൂടിയ ഒരു ഭൗമ ശരീരത്തെ കാണിക്കുന്നതാണ് പാമ്പെന്നുള്ളത്. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ നാം അതും കാണുന്നത്. കാട്ടുമൃഗങ്ങളിൽ വെച്ച് ഏറ്റവും കൗശലമേറിയതായിരുന്നു പാമ്പ്. അന്ന് അത് മൃഗങ്ങളിൽപ്പെട്ടതായിരുന്നു. പിന്നീടാണ്
അത് ഇഴജന്തുവായത്. അത് ശാസ്ത്രലോകവും സമ്മതിക്കുന്ന കാര്യമാണ്. അവര് പറയുന്നത് പിന്നെ ഈ കാര്യങ്ങളൊന്നും അല്ല എന്ന് മാത്രം. അവര് പറയുന്നത് പരിണമിച്ച് ഇവല്യൂഷൻ പരിണമിച്ച് അതിന്റെ കയ്യും കാലും തേഞ്ഞു പോയതാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ സർപ്പം, പഴയ പാമ്പ്, ഏദനിലെ അനുഭവങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നമ്മൾ കണ്ടു 9-ാമത്തെ വാക്യത്തിൽ സാത്താനും പിശാചും എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. 1 പത്രോസ് 5:8 ഞാൻ മുമ്പേ പറഞ്ഞ വാക്യം. എന്താണ്? നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രതിയോഗിയായ പിശാച്, സാത്താൻ, പിശാച് എന്ന രണ്ട് കാര്യങ്ങളും നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞതുകൊണ്ട് ഇനിയും അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു പ്രയോഗമാണ് ഭൂലോകത്തെ അല്ലെങ്കിൽ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന. So here another description is the deceiver of the world. ഭൂലോകത്തെ തെറ്റിച്ച് കളയുന്നവൻ. മുമ്പേ പറഞ്ഞതുപോലെ not only mankind but even the angelic beings. അവന്റെ വഞ്ചനയ്ക്ക് മനുഷ്യർ മാത്രമല്ല, ദൂതന്മാരും ചിലർ അടിമപ്പെട്ടു. 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 12:4. His tail swept down a third of the stars of heaven and cast them to the earth. And the dragon stood before the woman who was about to give birth, so that when she bore her child, he might devour it. എന്താ അവൻ ചെയ്തത്? നക്ഷത്രങ്ങളിൽ 1/3 അവന്റെ വാലുകൊണ്ട് വലിച്ച് താഴെയിട്ടു. ഇതിനെക്കുറിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നക്ഷത്രങ്ങളെന്ന് നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു അധ്യായത്തിലും കാണുകയുണ്ടായി. ഒരു നക്ഷത്രം അതാരെയായിരുന്നു കാണിച്ചിരുന്നത്? ഒരു ദൂതനെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഡിസീവർ നോട്ട് ഓൺലി ഓഫ് മാൻ ബട്ട് ഓൾസോ ഓഫ് ഏഞ്ചൽസ്. ഇവിടെ അവൻ എന്താ ചെയ്തത്? 1/3 അവനോടുകൂടെ വശീകരിച്ചു, ഭൂമിയിലേക്ക് തള്ളി ഇട്ട് കളഞ്ഞു. തിരുവെഴുത്തിൽ നക്ഷത്രങ്ങൾ ദൂതന്മാരെ കാണിക്കുന്നതായി നിൽക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ കുറഞ്ഞത് 2 തെളിവുകളെങ്കിലും ഉണ്ട്. എന്തൊക്കെയാ? ഒന്ന്, 7 നക്ഷത്രങ്ങളെ കർത്താവ് വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു. അർത്ഥം 7 നക്ഷത്രങ്ങൾ സഭയുടെ ദൂതന്മാരാകുന്നു. അവിടെ മനുഷ്യരാണ്, എങ്കിൽ കൂടെ നക്ഷത്രവും ദൂതനും എന്ന ആ ഒരു പരിണയ ബന്ധത്തെയാണ് കാണിക്കുന്നത്.
അതുപോലെ യെശയ്യാവ് 14:12 തൊട്ട് 15 വരെയും, ഐശയ്യ 14:12-18, അതുപോലെ എസേക്കിയേൽ ചാപ്റ്റർ 28 11-19, so in all these references also we see stars represent angels. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ദൂതന്മാർ എന്നാണ്. ദൂതന്മാർ എന്നാണ്. അപ്പോസ്തല പ്രവൃത്തികൾ യോബിന്റെ പുസ്തകം 4-ന്റെ അതുപോലെ 10 വാക്യവും കൂടെ. എന്തോ അതുപോലെ യോബിന്റെ പുസ്തകത്തിലും പറയുന്നില്ലയോ ദൂതന്മാരെ പറ്റി ഇങ്ങനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉദയനക്ഷത്രങ്ങള് ആർത്തെന്ന് പറഞ്ഞൊക്കെ. അതെ, അതിനെയും ആ നിലയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇത് നേരിട്ടുള്ള ഒരു റെഫറൻസ് അല്ലെങ്കിലും അതിനെ അങ്ങനെയാണ് പൊതുവെ വേദപഠിതാക്കൾ വ്യാഖ്യാനിക്കുന്നത്. കാവ്യ ആലങ്കാരിക ഭാഷയിൽ. അപ്പോസ്തല പ്രവൃത്തികൾ 14-ന്റെ 10 വാക്യമാണെന്ന് എൻ്റെ ഓർമ്മ. 10 അല്ലെങ്കിൽ 19. Said in a loud voice, "Stand upright on your feet." And he sprang up and began walking. But the 11-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, വേഴ്സ് നമ്പർ 11, പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു താഴോട്ട് ദേവന്മാരുടെ പേരുകളും കാര്യങ്ങളുമൊക്കെ പറയുന്ന ഒരു ഭാഗം അതിൻ്റെ 19 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് അങ്ങനെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെയെല്ലാം അതുപോലെ നമ്മളെ വെളിപ്പാട് പുസ്തകം ഇതിന് തൊട്ട് മുൻപുള്ള 8ഉം 9ഉം അധ്യായങ്ങളിലും നാം കണ്ടത് അങ്ങനെയായിരുന്നല്ലോ. ഒരു ദൂതൻ 9:1 ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നു. അത് ദൂതനായിരുന്നു എന്ന് പിന്നീട് നമ്മൾ കാണുന്നു. ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നക്ഷത്രം ദൂതന്മാരെ കുറിക്കുന്നുവെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സാത്താന്റെ സ്വാധീനം മനുഷ്യരുടെ മേൽ മാത്രമായിരുന്നില്ല, ദൂതന്മാരുടെ മേലും ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് അവന്റെ ദൂതന്മാരെന്നും അല്ലെങ്കിൽ അവന്റെ ശിങ്കിടികളെന്നും അവന്റെ ശിഷ്യന്മാരെന്നും ദുരാത്മാക്കളെന്നുമൊക്കെ വിളിക്കപ്പെടുന്ന സമൂഹം. സാത്താനെ നമുക്ക് വീണ്ടും ഈ അധ്യായത്തിൽ കാണാൻ കഴിയുന്നത് he is the persecutor of the woman. ആൺകുട്ടിക്ക് ജന്മം കൊടുത്ത സ്ത്രീയെ ഉപദ്രവിക്കുന്നവനായിട്ട് നമുക്ക് അവനെ ഇവിടെ കാണുവാൻ സാധിക്കും. ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിക്കുന്നവൻ. 13-ാമത്തെ വാക്യത്തിൽ നമുക്കിത് കാണാം. മറ്റൊരു വിവരണമാണ് he is the hater of the male child. ഇവിടെ ജനിക്കുന്ന ഈ ആൺകുട്ടിയുടെ
വിദ്വേഷകനായി, ആൺകുട്ടിയെ ദ്വേഷിക്കുന്നവനായി ഇവിടെ കാണാം. ആ ആൺകുട്ടിയോട് എന്തോ ഒരു ദേഷ്യമായിരുന്നു, എന്തോ ഒരു പകയായിരുന്നു അവന്. ഇപ്പോൾ തിന്നുകളയുമെന്നും പറഞ്ഞ് പ്രസവിക്കുന്നതിനു മുമ്പ് തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. അത്രയ്ക്കും ആൺകുട്ടിയോട് വിരോധം വെച്ചു പുലർത്തിയവനായിരുന്നു അവൻ. പിന്നെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ കുറ്റം വിധിക്കുന്നവൻ, രാപ്പകൽ കുറ്റം വിധിക്കുന്നവൻ. 12-10 വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസവും അത് കണ്ടിരുന്നു. നല്ല തെളിവാണ് ഇയ്യോബ് 1-2 അധ്യായങ്ങൾ, സെഖരിയാവ് 3 അധ്യായം, അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷവും 22 അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. 31 വാക്യത്തിൽ ഇവിടെയെല്ലാം സാത്താൻ സഹോദരന്മാരെ, നമ്മുടെ സഹോദരന്മാരെ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരെ എന്നർത്ഥം, അത് എക്കാലത്തും ജീവിച്ചിരുന്നവരെ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്നു, കുറ്റം ചുമത്തുന്നു. സ്തോത്രം. ദൈവം ശത്രുവിന്റെ കൈകളിൽ അമ്മാനമാടുവാൻ നമ്മെ വിട്ടുകൊടുക്കാത്തതിനായി ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവത്തോടാണ് അവൻ നമ്മുടെ കുറ്റം ചെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്കൊന്നും ഭയപ്പെടാനില്ല. എന്നാൽ മനുഷ്യരോടും ഇവൻ നമ്മളെക്കുറിച്ച് കുറ്റം പറയും. മനുഷ്യരെ കൊണ്ട് നമ്മളെക്കുറിച്ചുള്ള കുറ്റം പറയിപ്പിക്കുകയും ചെയ്യും. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ആത്മീയ ശുശ്രൂഷയിൽ, ഞങ്ങളുടെ ഈ ശുശ്രൂഷയിൽ ദുരാത്മബാധിതരെ ധാരാളം കണ്ടിട്ടുണ്ട്. എന്നാൽ സത്യത്തിൽ പിശാച് ബാധിച്ചവരെ ഞാൻ 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. എൻ്റെ ശുശ്രൂഷയിൽ 2 തവണ മാത്രമേ അങ്ങനത്തെ ഒരു അനുഭവം നേരിട്ടിട്ടുള്ളൂ. നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തമ്മിൽ വ്യത്യാസമുണ്ട്. ദുരാത്മാവ് ബാധിക്കുന്നത് പൊതുവെ ദുരാത്മാക്കൾ ബാധിക്കുന്നവരുടെ ശരീരത്തിൽ അവ ഒളിഞ്ഞും തെളിഞ്ഞും എപ്പോഴും വസിക്കുകയായിരിക്കും. എന്നാൽ സാത്താൻ ഒരുവനിൽ കയറിക്കൂടിയാൽ അങ്ങനെ ഒത്തിരി നേരമൊന്നും ഇരിക്കത്തില്ല. കുറച്ചു നേരം ഒക്കെ ഇരുന്ന് എന്തെങ്കിലും പണി കാണിച്ചിട്ട് അവനങ്ങ് പോകും. കാരണം അവന് നേരമില്ലല്ലോ. എത്രയിടത്ത് പോണം, കേസ് കളക്ട് ചെയ്യാൻ പോണം, ലോകം മുഴുവൻ ഊടാടി നടക്കണവന്. എന്നിട്ട് വാദിക്കാൻ വേണ്ടിയും അക്യൂസ് ചെയ്യാൻ, ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയും സ്വർഗത്തിലും പോണം, ദൈവസന്നിധിയിൽ. തീരെ നേരമില്ല. പിന്നെ പ്ലാനിങ് കമ്മിറ്റികളായി അങ്ങനെയുള്ള ഒത്തിരി പരിപാടികൾ അവരുടെ ലോകത്ത് നടത്താനുണ്ട്. അതുകൊണ്ട് ഈ ദുരാത്മാക്കള് ഒരു പണിയില്ലാത്തവന്മാര് മനുഷ്യരിലും മറ്റും കയറിക്കൂടി അവർ ചാകുന്നത് വരെ അവരിൽ കുടിയിരിക്കുന്നത് പോലെ പിശാചിനെ കയറിയിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അവൻ അങ്ങനെ ദുരാത്മാവ് ആൾക്കാരെ ബാധിക്കുന്നത് പോലെ പിശാച് ആൾക്കാരെ അങ്ങനെ ബാധിക്കാറില്ല. അങ്ങനെ 2 സന്ദർഭങ്ങൾ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ കണ്ടിട്ടുണ്ട്.
അതിലൊരു സന്ദർഭത്തിൽ ഒരു യൗവനക്കാരത്തിയായ പെൺകുട്ടി, അവളിലാണ് ഈ സാത്താൻ കയറിക്കൂടിയിരിക്കുന്നത്. ദുരാത്മബാധിതരെ വിടുവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെയൊക്കെ ഞാൻ ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഈ സാധനം തന്നെ പറയാ, നീ പ്രാർത്ഥിച്ചാലൊന്നും ഞാൻ അങ്ങനെ പോകത്തില്ലെന്ന്. കാരണം എന്താ? പറഞ്ഞു, എനിക്ക് ഇത്ര ദിവസം ഇവളിൽ ഇഷ്ടമുള്ളപ്പം വരാനും പോകാനും നിങ്ങളുടെ കർത്താവിനോട് അനുവാദം വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത്ര ദിവസം കഴിയാതെ ഞാൻ ഇവളെ നിങ്ങളാരും പ്രാർത്ഥിച്ചാലും പറഞ്ഞാലും ഒന്നും പോകത്തില്ല. നിങ്ങളുടെ ദൈവം പറഞ്ഞിട്ട് അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ളപ്പം വരും, ഇഷ്ടമുള്ളവർ ചെയ്യും, ഇഷ്ടമുള്ളപ്പോൾ പോകും. പിന്നെ അവസാന ദിവസത്തിനകം ഇവളെയും കൊണ്ടൊരു പോക്ക് ഞാൻ പോകുന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഈ പെൺകുട്ടി സുബോധത്തിലെത്തി. ഈ പറഞ്ഞ ഏതാണ്ട് ഒരാഴ്ചത്തെ സമയമായിരുന്നു. ഞങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുക. ഡെഡ് ലൈൻ, ഇവളെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുന്ന അവസാന ദിവസമായപ്പോഴേക്കും അതിശക്തമായ നിലയിൽ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചുകൊണ്ട് ഈ ശക്തി അവളിൽ വെളിപ്പെടുകയും സഭയിലേക്ക് എല്ലാവരും ഇങ്ങനെ ഇരിപ്പുണ്ട്. അതിനിടയിൽ ഇത് വിട്ടുപോകുന്നതിന് തൊട്ടു മുമ്പ് വിളിച്ചു പറഞ്ഞ ഒരു സംഗതി, ഞാൻ ഇന്നവരെ കൊണ്ട്, അവിടെ ഇരിപ്പുണ്ട്, സഭയിലെ തന്നെ വിശ്വാസികളാട്ടോ, ഇന്നവരെ കൊണ്ട് ഇവൾക്ക്, ഈ പെൺകുട്ടിക്കെതിരായി ഇന്നതുപോലെയൊക്കെ ഞാൻ പറയിപ്പിച്ചു. എന്നിട്ടും ഇവൾ യേശുവിനെ ത്യജിച്ചു പറഞ്ഞില്ല. അതുകൊണ്ട് ഒന്നുകിൽ ഇവളെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇവളെ വിശ്വാസത്തിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്നും അകറ്റണം. ഇതാണ് എൻ്റെ ലക്ഷ്യം. ഞങ്ങൾ പ്രാർത്ഥനയിൽ വെല്ലുവിളിയോടുകൂടെ ഈ പൈശാചിക ശക്തികളോട് പറഞ്ഞു. ഒടുവിൽ ഒരു ദോഷവും ചെയ്യാതെ അത് വിട്ടുപോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ആ കുട്ടി വിടുവിക്കപ്പെട്ടു. പറഞ്ഞു വന്നത്, ഈ അപവാദിയായ പിശാച് നമുക്കെതിരെ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്നത് കൂടാതെ നമ്മളെ കുറിച്ച് മറ്റു മനുഷ്യരെ കൊണ്ടും ആരോപണങ്ങൾ ഉന്നയിപ്പിക്കും. ഒരു പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളും അവൻ നമ്മളെ കൊണ്ട് മനുഷ്യരിലൂടെ പറയിപ്പിച്ചേക്കാം. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഭൂലോകത്തെ തെറ്റിച്ചു കളയുക. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? സംശയമൊന്നുമില്ല. പിന്നെ നാം കാണുന്നത് 7-ാമത്തെ വാക്യത്തിൽ, വേഴ്സ് നമ്പർ 7. Now war arose in heaven, Michael and his angels fighting against the dragon, and the dragon and his angels fought back. An aerial battle between God's chief of the army, Archangel Michael and his angels, and devil or this dragon and his angels. ദൈവത്തിന്റെ പ്രധാന ദൂതനായ മീഖായേലും അവന്റെ ദൂതന്മാരും
ഈ മഹാസർപ്പവും അവന്റെ ദൂതന്മാരും തമ്മിൽ നടക്കുന്ന ഒരു ആകാശയുദ്ധമാണ് ഇവിടെ. ആകാശയുദ്ധം. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയായിരിക്കാം ഈ യുദ്ധം? What should be the aim or the purpose of this battle, this aerial battle? പറഞ്ഞോ, കൂടന്ന് വന്നേര്. നിങ്ങളുടെ ചിന്തയിൽ വരുന്നു പറഞ്ഞാൽ മതി. ശരിയോ? അവന്റെ വാസസ്ഥലത്ത് നിന്ന് പുറത്താക്കുക. സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് സാത്താനെ പുറത്താക്കുക. അതെ, ഈ യുദ്ധം എല്ലാം തന്നെ പാർട്ട് ഓഫ് ഡിഫീറ്റിംഗ് ദ ഡെവിൾ. പിശാചിനെ പരാജയപ്പെടുത്തുന്നതിൻ്റെ, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒതുക്കുന്നതിൻ്റെ ഭാഗമാണ്. അവനെ ഭാഗം ഭാഗമായി ഒതുക്കി വരികയാണ്. ഭാഗം ഭാഗമായി. അങ്ങനെ അവനെ ഭൂമിയിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്ന, സീമിതപ്പെടുത്തുന്ന ഒരു പ്രത്യേക സന്ദർഭമാണ് ഇവിടെ. അവനെ തോൽപ്പിക്കുക, അവന്റെ നിസ്സാരത്വത്തെ വെളിപ്പെടുത്തുക. അവനോട് നേരിട്ട് യുദ്ധം ചെയ്യുവാൻ ദൈവം ഇതുവരെയും മുതിർന്നിട്ടില്ല, മുന്നിട്ടിറങ്ങിയിട്ടില്ല. അതൊരിക്കൽ മാത്രമേ സംഭവിക്കൂ. അപ്പൊ ഈ യുദ്ധത്തിന്റെ ലക്ഷ്യം സാത്താനെ തോൽപ്പിക്കുക, അവനെ പരിമിതപ്പെടുത്തുക. ഇവിടെ അതിനുള്ള യുദ്ധമാണ്. ഇപ്പോൾ സാത്താന്റെ വിഹാര കേന്ദ്രമായിരിക്കുന്നത് എവിടെയാ? ആകാശമണ്ഡലവും ഭൂമിയും. പ്രത്യേകിച്ച് അവയുടെ വിഹാരരംഗം, താമസ സ്ഥലം എന്ന് വിളിക്കാൻ കഴിയുന്നത് ആകാശമാണ്. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകൾ എന്നാണ് പൗലോസ്ലീഹ ഇവയെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ അവയുടെ വിഹാര കേന്ദ്രവും താമസ സ്ഥലവും ഒക്കെ എന്ന് പറയുന്നത് ആകാശം. അവിടെ നിന്നും ഇവനെ പരിമിതപ്പെടുത്തി താഴേക്ക് വിടുക. അതിനുള്ള ഒരു യുദ്ധമാണ് നാം ഇവിടെ കാണുന്നത്. സ്വർഗസ്ഥലങ്ങളിൽ നിന്ന് സാത്താനെ നിഷ്കാസനം ചെയ്യുക. Dethroning and throwing the devil from the heavenly realms. ആ യുദ്ധത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം, നാളെ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ചിന്തിക്കാം. ഇപ്പോൾ തുടങ്ങിയാൽ തീരില്ലല്ലോ.
ഇങ്ങനെയുള്ള പിശാചിന്റെ അധികാരങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ച തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ച സ്തോത്രം ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായി നമുക്ക് പ്രത്യാശയിൽ മുന്നേറി വരാം. ആയതിനായി നമുക്ക് നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങൾ നമുക്കതിന് അനുഗ്രഹമായി തീരട്ടെ.